ഇതാണ് ആനന്ദ് ഭവൻ. റോഡ് സൈഡിൽ തന്നെയാണ്. 200 രൂപയാണ് ടിക്കറ്റ്. ഇത് മോത്തിലാൽ നെഹ്റു ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ താമസിച്ചിരുന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ച വീടൊക്കെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിലോട്ടൊക്കെ കൊടുത്തായിരുന്നു. പിന്നീട് അവർ താമസിച്ചൊക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഡിസിഷൻസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പല വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളത്. ഇതാണ് അടിപൊളി. മുകളിലൊക്കെ കയറാം. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ 2 പേർക്ക് 200 രൂപ. ക്യാമറയൊക്കെ അലൗഡാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര വണ്ടിയുടെ സൗണ്ട് വരുന്നുണ്ട്. അകത്തോട്ടൊക്കെ കയറുമ്പോൾ പിന്നെ സൈലൻ്റ് ആകുമായിരിക്കും. ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആഷസ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. സംഗമത്തിൽ കൊണ്ട് നമ്മൾ ഇന്നലെ പോയില്ലേ സംഘം, അവിടെ കൊണ്ട് നിമഞ്ജനം ചെയ്യുന്നതിന് മുമ്പ് ആഷസ് ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ്. അവർക്കൊരു തുളസിത്തറയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. പഴയ ഫാൻ. അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. മോത്തിലാൽ നെഹ്റുവിൻ്റെ സ്റ്റഡി റൂമാണ്. അകത്തോട്ട് പോകും. പക്ഷെ അതൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പറ്റിയ വീഡിയോ ഒക്കെ എടുക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം. അകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലവല്ല. അന്ന് പുറത്തിറങ്ങി പൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒന്ന് കാണാൻ പഴയ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. നല്ല രസമായിരുന്നു. ഭയങ്കര റിച്ചായിരുന്നു എല്ലാവരും. പിന്നെ ഇത് ബർത്ത് പ്ലേസ് ഓഫ് ഇന്ദിരാഗാന്ധി, സ്വരാജ് ഭവൻ തൊട്ടടുത്ത് തന്നെയാണ്. ഇനി അങ്ങോട്ട് പോയത് അവിടെ വീഡിയോഗ്രാഫിക്ക് അലൗഡാണെന്ന് പറയുന്നു. പഴയ കുതിര വണ്ടി. എല്ലാവരുടെ ഫാമിലി ഫോട്ടോസാണ്. ഈ ഫോട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ബ്രിട്ടീഷ് ഗുഡ്സ് എല്ലാം പുറത്ത് ഒരു ഡിമേജ് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിൽ ഒറ്റ സാധനം ഉണ്ടാകുന്നത് ഈ പാവ മാത്രം ബ്രിട്ടീഷ് മെയ്ഡാണ്. അപ്പം അത് കളയാൻ വേണ്ടി വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അവസാനം നെഞ്ചിലത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് അടുത്ത ഒരു ഫാമിലി ഫോട്ടോ. നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി പാർത്തതിൻ്റെ തെളിവാണെന്ന് തോന്നുന്നു. ഒറീസയിലുള്ള വിസിറ്റിലുള്ള പടമാണ്. 1984 ഓർണമെന്റ്സ് അല്ലേ, ആഫ്രിക്കൻ ഗോത്രങ്ങളുടെ ഓർണമെന്റ്സ് അല്ലേ. ഒറീസയിലാണ്. അങ്ങനെ നമ്മളിത് കണ്ടിട്ട് ഇറങ്ങുകയാണ്. എന്തായാലും അടിപൊളിയാട്ടോ. കിടിലൻ കൺസ്ട്രക്ഷനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലി ഹിസ്റ്ററി മുഴുവനും അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്നതിന് രസമുണ്ട്. ഇപ്പോൾ എന്തൊക്കെ രീതിയിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതോടെ ഉണ്ട്. ഫ്രീഡം സ്ട്രഗിൾസും കാര്യങ്ങളും ഓരോരോ കാര്യങ്ങൾ ചെയ്തത് ഒക്കെ അവിടെ കറക്റ്റ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടി പൊളി നല്ല രസമുണ്ട്.
അത്രയും ഭയങ്കര ഒരു കൊട്ടാരം പോലെയാണ് കേട്ടോ സെറ്റപ്പ് കിടിലം. ഇവരുടെ ഫുൾ ഫാമിലി ഹിസ്റ്ററി ഇവിടെ ഇട്ടിട്ടുണ്ട്. ട്രീ നമുക്കറിയാവുന്ന ഇവിടെ തൊട്ടാണ്. പ്ലാനറ്റോറിയം അതും ഈ ബിൽഡിങ്ങിനകത്ത് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെയാണ്. ഇത് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതൊന്നും അല്ല, ഇവിടെ ഒരുപാട് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്തിരുന്നു. നിറച്ച് റൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാം ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത് അല്ലേ, കൂട്ടുകുടുംബത്തിൻ്റെ നിറച്ച ആൾക്കാർ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മളിപ്പോൾ പ്ലാനറ്റോറിയത്തിനകത്താണ്. നോർത്ത് ഇന്ത്യൻസ് ടൂറിസ്റ്റ് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഒന്നും കാണൂല അവര്, പക്ഷെ ചുമ്മാ ബഹളം വെച്ചുകൊണ്ടിരിക്കും, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഒക്കെ വേണ്ടിയിട്ടുള്ള വളരെ പഴയ ക്രേറ്ററാണിത്. മഹാരാഷ്ട്രയിലാണ് ഉള്ളത്, ഔറംഗാബാദ് സിറ്റിയിൽ. ഹോൾസ് നെബുല. ഇപ്പം നമ്മുടെ ഹബിൾ ടെലിസ്കോപ്പിലൊക്കെ അന്യായ ഫോട്ടോസൊക്കെ കിട്ടും. ഓറിയോൺ നെബുല, ഫ്ലെയിം നെബുല, ടർബൈൻ ബിൽഡിംഗ്, റിയാക്ടർ ബിൽഡിംഗ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് മോഡലാണ്. वास्तविकता में ऐसा रिएक्टर इस मॉडल से लगभग 150 गुना बड़ा होता है। इसमें दिखाई दे रहा है നമ്മളിപ്പോൾ പ്ലാനറ്റോറിയത്തിനകത്താണ്. ഇതാണ് ചെറുതാണ്. അങ്ങനെ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. ഷോ എന്ന് വെച്ചാൽ പഴയതാണ്, പിന്നെ ലേസറൊന്നും അല്ല, അതുകൊണ്ട് ചുമ്മാ വെറുതെ വളരെ പഴയ സാധനമാണ്, കണ്ടോണ്ടിരിക്കാം. അപ്പോൾ ശരി ഗായ്സ്, നമുക്കിനി തിരിച്ച് വാരണാസിയിലേക്ക് പോവാം.